ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് സാമ്പാറാണ്. വെജിറ്റബിൾസ് എല്ലാം ഞാൻ തലേദിവസമേ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എല്ലാ വെജിറ്റബിൾസിൻ്റെയും ഒന്ന് ചെറിയ ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ചെറിയ പീസല്ല, കുറച്ച് വലിയ പീസായിട്ട്. പിന്നെ ഞാനിവിടെ ഒരു കട്ടോരി ദാലാണ് എടുത്തിരിക്കുന്നത്. പരിപ്പ് നമ്മുടെ സാമ്പാർ പരിപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതും കൂടി വാഷ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിൻ്റെ കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ ഞാനിവിടെ കുക്കർ എടുത്തു, അതിൻ്റെ അകത്ത് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം തട്ടിയിട്ടു. പിന്നെ ഞാനിവിടെ 1/4 സ്പൂൺ ഉലുവാപ്പൊടി, ആവശ്യത്തിനുള്ള കായപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് കുക്കർ ക്ലോസ് ചെയ്തു. പിന്നെ ഫ്ലെയിം ഓണാക്കി ഒരു 4 സീറ്റിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു 2 സ്പൂൺ വെള്ളത്തിൻ്റെ അകത്ത് കുറച്ച് പുളിയെടുത്തൊന്ന് പിഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 1 സ്പൂൺ പിഴിപുളിയെ മാത്രമേ ഇതിലൊന്ന് പിഴിഞ്ഞൊഴിക്കാവുള്ളൂ. അതിനുശേഷം ഞാനിവിടെ നമ്മുടെ മസാല റെഡിയാക്കിയാണ്. ഞാനിവിടെ 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഫുള്ള് നമ്മുടെ സാമ്പാർ പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കടുക് വറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ, പിന്നെ കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറിവേപ്പിലയും വറ്റൽമുളകിട്ട് ഫ്രൈ ചെയ്തിട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ. അതിനുശേഷം നമ്മളിവിടെ നമ്മുടെ സാമ്പാറിലേക്ക് മിക്സ് ചെയ്യുകയാണ് ഗൈസ്. അപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്, നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. കാണാനും സൂപ്പറാണ്, കഴിക്കാനും സൂപ്പറാണ്. അപ്പോൾ എൻ്റെ കൂടെ ഞാൻ സർവ് ചെയ്യുന്നത് ഇഡ്ഡലിയാണ്. അപ്പോൾ ഇഡ്ഡലിയുടെ കൂടെയാണ് ഞാൻ സാമ്പാർ. സത്യമായിട്ട് നല്ല ടേസ്റ്റായിരുന്നു സാമ്പാർ. അമ്മ എല്ലാം പറഞ്ഞു നല്ല ടേസ്റ്റാണെന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും റെസിപ്പി ഒന്ന് റെഡിയാക്കി നോക്കണം. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.